Hi, hello everyone. So welcome back to my channel Story Time by Kulsu. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആൻഡ് ഓൾസോ ഞാൻ ഓൾറെഡി ഇട്ട ഒരു വീഡിയോ ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാൻ മ്യൂസിക് മ്യൂട്ട് ചെയ്തപ്പം സംസാരിക്കുന്ന ഉൾപ്പെടെ എല്ലാം പോയി. സോ അതുകൊണ്ട് ഞാനിത് വേറെ ഒന്നുകൂടെ, കാരണം ഞാൻ ഓൾറെഡി അതിൻ്റെ ഒറിജിനൽ ഫയൽ എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഐ ഷുഡ് ടേക്ക് വൺ മോർ ടൈം ബിക്കോസ് ഇറ്റ് വാസ് എ മോസ്റ്റ് റിക്വസ്റ്റഡ് വൺ. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഗോട്ട് ഡിലേറ്റഡ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് ഓൾസോ ഹെയർ കെയർ റുട്ടീനാണ്. അപ്പം ഞാൻ എൻ്റെ ജെനുവിൻ ഓണസ്റ്റ് സ്കിൻ കെയർ റുട്ടീനും ഹെയർ കെയർ റുട്ടീനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കോമൻറ്റ്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. സോ വെയിറ്റ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂഷ്വലി ഞാൻ എപ്പോഴും ഒന്നുമില്ല, സം ടൈംസ് ലൈക്ക് എന്താ പറയുക, ഒരു ത്രൈസ് ഇൻ എ വീക്ക് അല്ല, ലൈക്ക് വൺസ് ഇൻ 3 weeks ആണ് ഞാൻ കൂടുതലും ചെയ്യാറ്. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ആൻഡ് കം ബാക്ക്. So I hope you guys already watched my facial hair removal video. അപ്പോൾ ഇനി നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എൻ്റെ ഹെയർ വാഷ് റുട്ടീനാണ്. ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗോണ ബി വാച്ചിങ് സ്കിൻ കെയർ റുട്ടീൻ. സോ എൻ്റെ ഹെയർ കെയർ റുട്ടീൻ ഈസ് കുറച്ച് ലോങ്. സോ ഗോ ആൻഡ് വാച്ച് ആൻഡ്
ഗൈസ് ഓൾറെഡി സീ നെക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഹെയർ കെയർ റുട്ടീനാണ് വി ഗോണ ഡു. സോ ഹെയർ കെയർ റുട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സും അങ്ങനെ ഷോ ചെയ്യും. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഭയങ്കര ഫ്രിസിയാണ്. മൈ ഹെയർ ഇസ് വെരി വെരി ഫ്രിസി ഡ്യൂ ടു ബ്ലീച്ച് ആൻഡ് കളറിങ്, ഹെയർ കളറിങ്. ഐ യൂസ് ടു ഡു ഹെയർ കളറിങ് ഫ്രീക്വൻ്റ്ലി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹെയർ കളർ ചേഞ്ച് ആക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിന് ഡാമേജസ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു തവണ ബ്ലീച്ച് ചെയ്തായിരുന്നു, അതാണ് മെയിൻ ഡാമേജ്. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഹെയർ കളർ ചെയ്യുകയാണെങ്കിൽ ബ്ലീച്ച് ഇല്ലാതെ ചെയ്യുക. ഞാൻ ആകെ ഒരു തവണയേ ചെയ്തുള്ളൂ, പക്ഷെ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് ഡാമേജസ് എൻ്റെ ഹെയറിനുണ്ട്. പിന്നെ എൻ്റെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയർ വളരുന്നതനുസരിച്ച് ബ്ലീച്ചഡ് ഏരിയ, കാരണം എൻ്റെ ഹെയർ ഫുള്ള് ബ്ലീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ യൂസ് ടു കട്ട് ഇറ്റ് ഓഫ്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്ത് പോയി. ഇനി എൻസിൽ കുറച്ചേ ഉള്ളൂ, അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പം എൻ്റെ ഈ ഹെയർ കെയർ റുട്ടീൻ ഇസ് ഫോർ മൈ ഹെയർ ബിക്കോസ് മൈ ഹെയർ ഇസ് റിയലി ഫ്രിസി ആൻഡ് ഡാമേജ്. ഇഫ് യു ഗൈസ് ഹാവ് സെയിം കൈൻഡ് ഓഫ് ഹെയർ, you can use these products. So these products are not sponsored, it's not a promotion. എല്ലാം ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയറിൻ്റെ എൻസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എൻ്റെ ഹെയർ എന്തോരം ഡാമേജ് ആണെന്നുള്ള കാര്യം. പിന്നെ എൻ്റെ ഫേസ് മൈൻഡ് ചെയ്യണ്ട. ഐ ഡോണ്ട് യൂസ് എനി മേക്കപ്പ്. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് കഴിഞ്ഞ് കുളിക്കാൻ പോവാണ്. കാരണം ഓൾറെഡി ഹെയർ വാഷ് ചെയ്യാണ്, അത് കഴിഞ്ഞ് എനിക്ക് കുളിക്കാം. അതുകൊണ്ട് ഐ ഡോണ്ട് യൂസ് എനി മേക്കപ്പ്. സോ ഡോണ്ട് നെവർ മൈൻഡ് ദാറ്റ്. കണ്ടോ, എൻസ് അത്യാവശ്യം നല്ല ഡാമേജ് എൻസിനുണ്ട്, എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എൻ്റെ മേളത്തെ ഹെയറിലോട്ട് ഡാമേജസ് ഇല്ല. അതാണ് എൻ്റെ ഹെയറിൻ്റെ കണ്ടീഷൻ. ഐ വിൽ ബി ഷോയിങ് ദി പ്രോഡക്റ്റ് വിച്ച് ഐ യൂസ് ഫോർ മൈ ഹെയർ. ഞാൻ എന്തൊക്കെ പ്രോഡക്ട്സ് ആണെന്നുള്ളത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചിട്ട് ഞാനിത് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. സോ ലെറ്റ് സീ ദി പ്രോഡക്ട്സ് ഫസ്റ്റ്. സോ ഞാൻ 2 ഓയിലാണ് മാറി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ കുമാരിക. ഈ ഒരു കുമാരിക എന്ന് പറയുന്ന നറിഷിംഗ് ഹെയർ ഓയിൽ ഐ യൂസ് ദിസ് ദെയർഫോർ അയാമിൻ്റെ ഒനിയൻ ഓയിൽ. ഒനിയൻ ഓയിൽ ആക്ച്വലി നല്ലതാണ്, ദെയർഫോർ അയാമിൻ്റെ. ഇതും എനിക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണ്. ഫോർ ഷാംപൂ ഞാൻ യൂസ് ചെയ്യുന്നത് നൈക്ക നാച്ചുറൽസിൻ്റെ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ ആൻഡ് ബാംബൂ ഷാംപൂ ആണ്. അപ്പോൾ ഇവരുടെ തന്നെ കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. ഷാംപൂവിൽ തന്നെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ് കെരാസ്റ്റാസയുടെ ഷാംപൂ. ഇത് അടിപൊളിയാണ്, സൂപ്പറാണ്. ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. B6 ആക്ച്വലി ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കെരാസ്റ്റാസയുടെ തന്നെ ഞാൻ ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യാറുണ്ട്, ക്രോമ അബ്സല്യൂട്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. കാണിച്ചു തരാം. സോ ദിസ് ക്രോമ അബ്സല്യൂട്ട് മാസ്ക് ക്രോമ ഫില്ലർ. ഇറ്റ്സ് ആക്ച്വലി അമിനോ ആസിഡ് തന്നെ ഉള്ളതാണ്. ഇത് തീർന്നു, ഫുള്ള് കംപ്ലീറ്റ് തീർന്നു. ഇനി വാങ്ങിക്കണം. സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വിച്ച് പ്ലേസ് എ മേജർ റോൾ ഇൻ മൈ ഹെയർ കെയർ റുട്ടീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, കാരണം മോസ്റ്റ് ഓഫ് എവരിബഡീസ് ഹെയർ ഗോട്ട്സ് ഡാമേജ് ഡ്യൂ ടു ഹെയർ കളറിങ്. സോ ഞാൻ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ പ്രൊമോഷൻ. എൻ്റെ ജെന്യുവിൻ ആയിട്ടുള്ളതാണ്, കാരണം ഞാനിത് ഓൾറെഡി ഒരു 3-4 ബോട്ടിൽസ് ഇപ്പം തന്നെ വാങ്ങിച്ച് തീർന്നിട്ടുണ്ട്. അത്രയ്ക്കും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രോഡക്റ്റ് വിച്ച് ഇസ് റിയലി ഗുഡ്. യു ക്യാൻ സീ ഇറ്റ്സ് എ കളർ മോഷൻ സ്ട്രക്ചർ മാസ്ക് ബൈ വെല്ലാപ്ലെക്സ്. ഫ്രിസി ആൻഡ് ഡാമേജ്ഡ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുമെന്ന് എനിക്ക് ഷുവറാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. എന്തായാലും പ്രൊസീജിയേഴ്സ് ഞാൻ എങ്ങനെയൊക്കെയാണ് ഹെയർ ചെയ്യുന്നതെന്നുള്ള പ്രൊസീജിയേഴ്സ് നമുക്കിനി കാണാം. എനിക്ക് ടൈം കുറവാണ്, എനിക്ക് ഇന്നൊരു ഇനാഗ്രേഷൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട്. സോ എനിക്ക് ഹെയർ ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊക്കെ വേണം പോവാൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ടൈം ഭയങ്കര കുറവാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഞാൻ ആദ്യം തന്നെ ഓയിൽ ഇടാൻ പോവാണ്. സോ ഞാൻ കുമാരിക്കയുടെ നറിഷിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം മറ്റേ ഒണിയൻ ഓയിലിന് ലിറ്റിൽ ബിറ്റ് ഓഫ് സ്മെൽ ഫ്രാഗ്രൻസ് ഉണ്ട്. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഇനി ഞാൻ സംസാരിക്കുന്നില്ല, കാരണം സംസാരിച്ചെടുത്താൽ ടൈം പോകും. ഞാൻ എന്തായാലും നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ക്ലോസ് ഷോട്ട്സിൽ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഐഡിയ കിട്ടും, കാരണം ടൈം കുറവാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്.
സോ നമ്മൾ ഹെയർ ഷാമ്പു ചെയ്തു. കണ്ടീഷണറാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല, കാരണം എനിക്ക് ടൈമില്ല. പക്ഷെ എനിക്ക് മസ്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യമാണ് ബെല്ല പ്ലസിൻ്റെ സ്ട്രക്ചർ മോഷൻ മാസ്ക്, കളർ മോഷൻ മാസ്ക്. അപ്പം അതെന്തായാലും യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷെ കണ്ടീഷണർ സ്കിപ്പ് ചെയ്താലും മാസ്ക് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതാ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ യു ഗൈസ് ഷുഡ് ഡു ഓയിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഷാമ്പു കഴിഞ്ഞ ശേഷം കണ്ടീഷണർ. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ യൂസ് എ മാസ്ക്. സോ ഉള്ളത് എൻസിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻസിലാണ് കൂടുതൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളെപ്പോഴും മാസ്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഡാമേജ് ഉള്ള സ്ഥലത്ത് നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. സോ ഐ എം ഗോണ യൂസ് ദിസ്. കുളിച്ചിട്ട് വരാം. സോ ഞാൻ വലിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്, കാരണം കെട്ടി വെക്കുമ്പോഴാണ് അത് അബ്സോർബ് ആവുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. സോ ഇനി നെക്സ്റ്റ് ലെറ്റ് മീ ടേക്ക് എ ബാത്ത് ആൻഡ് കം ബാക്ക്. സോ എന്നിട്ട് ഞാൻ ബാക്കി പ്രൊസീജിയേഴ്സ് കാണിച്ചു തരാം. സോ എന്തായാലും ഞാൻ കുളിക്കാൻ പോകുന്ന സ്ഥിതിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ബോഡി വാഷ് എന്ന് പറയുന്നത് ഈ ബോഡി ഷോപ്പിൻ്റെ സ്ട്രോബെറി ഷവർ ജെല്ലാണ്. ദിസ് ഇസ് റിയലി ഗുഡ്, ഇറ്റ്സ് വെരി റിഫ്രഷിങ്. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സീ ആഫ്റ്റർ ടേക്കിംഗ് എ ബാത്ത് ആക്ച്വലി. സോ ബൈ. സോ ഹായ്, പോയി കഴിഞ്ഞ് ഇതേ ഞാൻ വന്നു. എനിക്ക് ഫേസിലും മോയ്സ്ചറൈസർ ഇതൊക്കെ ഇടാനുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഹെയർ ഡ്രൈ ആക്കണം. ആസ് ഐ ടോൾഡ് യു, എനിക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ട്. എൻ്റെ കോളറൊക്കെ കണ്ടില്ലേ ഇങ്ങനത്തെ അവസ്ഥയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഹെയർ ഡ്രൈ ചെയ്യണതിന് മുന്നേ നമുക്ക് ഫേസിൻ്റെ ഉള്ള പരിപാടികളൊക്കെ കഴിച്ചു വെക്കാം, അതായിരിക്കും നല്ലത്. അപ്പം ലെറ്റ്സ് ഡു ഇറ്റ്. എനിക്കൊരു പിമ്പിൾ വന്നിട്ടുണ്ട്, പ്രോബബ്ലി മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ദ പീരീഡ്സ്, ഐ തിങ്ക് സോ. സോ യാ, അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു സെറം യൂസ് ചെയ്യാണ്. നമ്മുടെ ലാക്മേയുടെ ഇതെന്ത് ഇരിക്കുന്നത് ഓക്കെ, ലാക്മേയുടെ ഹൈലറോണിക് ആസിഡ് സെറമാണ്. ഞാനിത് എപ്പോഴും യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാരോട് ഞാൻ സെറം യൂസ് ചെയ്യണുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നാണ് പറയാറ്. കാരണം ഞാൻ അധികം എപ്പോഴും യൂസ് ചെയ്യാറില്ല, എനിക്ക് ഫീല് തോന്നുമ്പോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് അബ്സോർബ് ആവട്ടെ. ആ നേരത്തേക്ക് നമുക്ക് നമ്മുടെ മുടി ഒന്ന് ആ നേരത്തേക്ക് നമുക്ക് നമ്മുടെ മുടി ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ഇനി നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് കെരാസ്റ്റേഴ്സയുടെ സെറമാണ്. ഈ സെറം തീരാറായിട്ടുണ്ട്. ഇത് അടിപൊളി സെറമാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറമാണ്. സോപ്പായിട്ടുണ്ടാവും. സോ ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്യുന്നുണ്ട്, സ്കാൻഡേർഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡോട്ട് ആൻഡ് കീ യൂസ് ചെയ്യാം. ഇതിപ്പോൾ നൈക്കയുടെ ലവ് സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ സ്മെൽ ഇസ് അമേസിങ്, ഭയങ്കര കിട്ടില്ല സ്മെല്ലാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്ന ഓൺ ചാൻഡറിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഹീലിൻ്റെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ലെറ്റ് മീ നെക്സ്റ്റ് ഞാനൊരു ലിപ്സ്റ്റിക്ക് ഇടാം, കാരണം ലിപ്പ് പെയിലായിട്ട് ഇരിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. മേബ്ലിൻ്റെ ആണ് കേട്ടോ. ഞാൻ എന്തായാലും ഒരു ലിപ്സ്റ്റിക്ക് അഫോർഡബിൾ ലിപ്സ്റ്റിക് കളക്ഷൻ വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഡു. ഇനി
വെയിറ്റ്, ഞാൻ എന്തായാലും ഇത് ഡ്രൈ ആയി. ഇനി ഞാൻ നെക്സ്റ്റ് സൺസ്ക്രീൻ ഇടാം. ഡെർമാക്കോൻ്റെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്. ചെയ്യാണ് കളർ എസൻസിൻ്റെ. ഇതെനിക്ക് പ്രൊമോഷനിൽ കിട്ടിയാണ്, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഇടുന്നതൊന്നും കാണിക്കുന്നില്ല. സോ എനിവേ ലെറ്റ് മീ ഗെറ്റ്സ് ക്വിക്ക്ലി റെഡി ആൻഡ് ഐ ഗെറ്റ് ബാക്ക് ടു യു. സോ ഞാൻ ചെയ്യാം. അത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ വിൻസ്റ്റൺ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അവരുടെ ബ്ലോ ഡ്രയർ ആണ്. എനിക്കിത് ഒരു പ്രൊമോഷന് വേണ്ടി ഒരുപാട് നാൾ മുന്നേ അയച്ചതാണ്. ഐ എം സ്റ്റിൽ യൂസിങ് ഇറ്റ്. ഞാൻ യൂഷ്വലി ഹെയർ അങ്ങനെ ഡ്രൈ ചെയ്യാറില്ല, ഓർഗാനിക്കലി തന്നെ ഡ്രൈ ആവാറാണ്. ബിക്കോസ് എനിക്ക് അങ്ങനെ ഇതിങ്ങനെ ഹീറ്റ് യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഇന്നിപ്പോൾ പെട്ടെന്ന് പോകേണ്ട ഉള്ളതുകൊണ്ട് എന്തായാലും എനിക്ക് ഡ്രൈ ചെയ്യണം. സോ ഐം ഗോണ യൂസ് ഇറ്റ്. ഇത് ആക്ച്വലി നല്ല കേട്ടോ. ഇതിന് ആക്ച്വലി 3 ഇതുണ്ട്. ഓഫ് അല്ലാതെ, ഓൺ ഓഫ് അല്ലാതെ കൂൾ, ലോ, ഹൈ ഇങ്ങനെയുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് ജസ്റ്റ് കൂൾ, ലോ, ഹൈ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ചെയ്യാം. ഇത് ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേഗം ക്വിക്കായിട്ട് ഡ്രൈ ചെയ്യട്ടെ. ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ അത് ലൈക്ക് ആ ഒരു നനവ് കുറഞ്ഞു കിട്ടും. ഇപ്പം ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. ഭയങ്കര പെട്ടെന്ന് തന്നെ ആയി. ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഐ ബി കമ്മിങ് ബാക്ക്. സോ യാ, അപ്പം ഐ എം റെഡി. സോ ഐ എം ഡൺ. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഒരു ജെനുവിൻ സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ റുട്ടീൻ കണ്ടിട്ട് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. So if you guys like it, don't forget to hit the like button. Do like, share, comment, subscribe to my channel. So നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് ഇഷ്ടമെന്ന് പറയുക. സോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഐ ബോട്ട് സം പ്രോഡക്ട്സ് ഫ്രം മീഷോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഐ ഡിഡൻറ്റ് ഗെറ്റ് ഇറ്റ് യെറ്റ്, ബട്ട് സ്റ്റിൽ ഐ ഹാഡ് ഓർഡർഡ് സം പ്രോഡക്ട്സ് ഫ്രം മീഷോ. സോ അത് വന്നു കഴിഞ്ഞ ശേഷം ഐ വിൽ ബി ഡൂയിങ് എ മീഷോ ഹോൾ വീഡിയോ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, bye bye.